ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഫുട്ബോൾ ലീഗാണ് കൊൽക്കത്ത ഫുട്ബോൾ ലീഗ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവര് തന്നെയാണ്, അതായത് ബംഗാൾ ഫുട്ബോൾ അസോസിയേഷൻ ബംഗാൾ സൂപ്പർ ലീഗ് എന്ന പേരിൽ 8 ടീമുകൾ, ജില്ലാടിസ്ഥാനത്തിലുള്ള 8 ടീമുകളും 61 മത്സരങ്ങളും ഉള്ള ഒരു ലാർജ് സ്കെയിൽ ടൂർണമെന്റും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്ത് സെറ്റപ്പ് ആക്കിയെന്ന് പറഞ്ഞിട്ട് എന്താണ്? അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കൊൽക്കത്ത ഫുട്ബോൾ ലീഗിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അവസാന മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പിന്നീട് നമ്മുടെ റെയിൽവേ എഫ് സിയും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ റെയിൽവേയുടെ ഒരു താരത്തിന്റെ കാല് അടിപെട്ടൊടിഞ്ഞതിന് ശേഷം സ്ട്രെച്ചസിൽ എടുത്തുകൊണ്ട് പോയ അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. 2 കൊട ചേർത്ത് വെച്ച് കെട്ടിയിട്ടാണ് ആളെ കളിക്കളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്. മത്സരത്തിലെ റഫറിങ്ങിന്റെ കാര്യവും റഫറിക്ക് താരങ്ങളുടെ മേലുള്ള കൺട്രോളിന്റെ കാര്യമൊക്കെ ഭയങ്കര കോമഡിയാണ്. മലയാളി താരമായ സലാഹുദ്ദീൻ അദിനാനും കളിക്കളത്തിൽ കിടന്ന് അടിയുണ്ടാക്കിയതിന് റെഡ് കാർഡ് കിട്ടി. അതുകൂടാതെ വേറെ താരം ഉണ്ടായിരുന്നല്ലോ, അവരുടെ റെയിൽവേയുടെ ഗോൾ കീപ്പറിനും കളിക്കളത്തിൽ കിടന്ന് അടിച്ചതിന് റെഡ് കാർഡ് കിട്ടി. അങ്ങനെ മൊത്തത്തിൽ അടിയും പിടിയും നടക്കുന്ന മത്സരങ്ങളുടെ സെറ്റപ്പ് പോകുന്നു. പിന്നെ ഒരു പ്ലെയറെ പുറത്തേക്ക് കൊണ്ടുപോയ അവസ്ഥ ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആണ്. കാരണം 2 കൊടകൾ എടുത്തിട്ടാണ് ആളുടെ ഒടിഞ്ഞു നുറുങ്ങി കാല് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ അവസ്ഥ ഇവിടെ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആണ്. നമുക്കിവിടെ അറ്റ്ലീസ്റ്റ് ആസ്പിരിൻ ട്രേയും ഐസ് ബാഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം സൂപ്പർ ലീഗ് കേരളയുടെ ക്വാളിറ്റി ആയിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ലീഗ് കേരള അടുത്ത സീസണിൽ വാർ വരെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. സൂപ്പർ ലീഗ് കേരള അത്യാവശ്യം നിലവാരമുള്ള രീതിയിലാണ് പോകുന്നത്. അതേ മാതൃകയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ അവർ ബംഗാൾ സൂപ്പർ ലീഗും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ കൊൽക്കത്ത ഫുട്ബോൾ ലീഗിന്റെ നിലവിലെ നടത്തിപ്പിന്റെ അവസ്ഥ ഇത്തിരി കഷ്ടമാണ്. ഭയങ്കര മോശമായി പോയിടെ. കാരണം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലീഗുകളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ആ ഒരു ലീഗിൽ ഇത്തരം ഒരു ദുരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ അത്യാവശ്യം സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.